വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയില്ല, സ്കിൻ വൈറ്റനിങ്ങിനായാലും സ്കിൻ ക്രീംസ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യം. ഇപ്പോഴത്തെ ന്യൂസൊക്കെ കേട്ടാണല്ലോ, പ്രോഡക്ട്സ് ബേസിൽ എന്തൊക്കെ ചെണ്ടോ ആവശ്യത്തിൽ കൂടുതൽ മെർക്കുറി ഉണ്ട്, സ്റ്റിറോയിഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് പതിയെ പതിയെ കോസ്മെറ്റിക്സ് ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. നാച്ചുറൽ പ്രോഡക്ട്സ് കൂടുതലൊന്ന് നോക്കുക. ഞാൻ നാച്ചുറൽ പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ പാക്കിൻ്റെയൊക്കെ വീഡിയോ വരെ ഇതൊക്കെ എന്നാ റിസൾട്ട് കിട്ടുന്നത് ഇപ്പോൾ മനസ്സിലായി കാണും. കുറച്ചെങ്കിലും സേഫ് ആയിരിക്കുന്നത് നാച്ചുറലാണ് കേട്ടോ. പ്രശ്നമില്ല എന്നല്ല, നാച്ചുറലായാലും നമുക്ക് അലർജിക്കും ബാക്കി കാര്യങ്ങളുണ്ട്, എന്നാലും കുറച്ചൊന്ന് സേഫ് ആയിരിക്കും. പല പ്രോഡക്ട്സും മെർക്കുറിയും സ്റ്റിറോയിഡും ചേർന്ന പല പ്രോഡക്ട്സും നമ്മൾ പുറത്ത് മാത്രമല്ല അകത്തും പല ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും. നമുക്കറിയാം, പല ഡോക്ടേഴ്സും അത് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നാച്ചുറൽ ഒന്ന് സേഫായി വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അതവിടെ നിർത്തിയിട്ട് ഇന്ന് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഞാനൊരു നാച്ചുറൽ ടിപ്പ് പറഞ്ഞുതരാം. അതിനുവേണ്ടി ടൊമാറ്റോയും കോഫിയും എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ എടുക്കുക, നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് മാത്രം മതി. ഒരു 2 സ്പൂൺ വരുന്ന കോൺസ്റ്റാർച്ച് ചോളപ്പൊടി എടുക്കുക. അതുപോലെ തന്നെ 2.5 സ്പൂൺ വരുന്ന ഹണി എടുക്കുക. 1/2 സ്പൂൺ വരുന്ന കറ്റാർവാഴ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫസ്റ്റ് ഒന്ന് കയ്യിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. പ്രോബ്ലം ഇല്ലെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് റിങ്കിൾസും ബാക്കി കാര്യങ്ങൾ മാറ്റാനും ബെസ്റ്റാണ്. നമ്മുടെ ഫേസിൽ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. എന്നും യൂസ് ചെയ്യാൻ പറയത്തില്ല, പല പ്രോഡക്ട്സും നാച്ചുറൽ യൂസ് ചെയ്യുന്നുണ്ട്, അത് വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി ട്രൈസ് 3 ദിവസമെങ്കിലും യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഫേസിൽ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കയ്യിൽ ചേഞ്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ 15 മിനിറ്റ്സ് മതി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും.